നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനോട് പൊട്ടിയതൊക്കെ ശരി തന്നെ. പക്ഷേ ലാ ലീഗിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും റയൽ മാഡ്രിഡിനാണ്. ഇന്നവർ കളിക്കാൻ ഇറങ്ങുന്നത് ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള അവസാന മത്സരമാണ്. അത് അവർക്ക് ജയിച്ച് പറ്റൂ. എതിരാളികൾ റയോ വയക്കാനോയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:45 റയോ വയക്കാനോയുടെ മൈതാനത്ത് ഈ ഒരു മത്സരം നടക്കുന്നത്. നിലവിൽ 11 കളികളിൽ നിന്ന് 30 പോയിന്റുമായിട്ട് റയൽ തന്നെയാണ് ഒന്നാമത്. 12 കളികളിൽ നിന്ന് 26 പോയിന്റുള്ള VRL രണ്ടാമതും 11 കളികളിൽ നിന്ന് 25 പോയിന്റുള്ള FC ബാഴ്സലോണ മൂന്നാം സ്ഥാനത്തുമാണ്. എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക, അവരുടെ ലീഡ്, ഒന്നാം സ്ഥാനത്തുള്ള പോയിന്റിൻ്റെ ലീഡ് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. കോച്ച് സാബി അലോൺസോ ഇപ്പോൾ ഈ മത്സരത്തിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ക്വാഡിൽ ഗോൾ കീപ്പർമാരായിട്ട് തിബോട്ട് കോർട്ടുവയും ലൂനിയും സെർജിയോ മെസ്ട്രയുമാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് എദർ മിലിറ്റാവോക്ക് ഇതിലെ ട്രെയിനിങ്ങിനിടയിൽ ചെറിയ പരിക്ക് പറ്റി എന്ന് പറഞ്ഞുകൊണ്ടൊരു ആശങ്ക വന്നിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ഓക്കെയാണ്, ഫിറ്റാണ്. ഇത് ആ സ്ക്വാഡിലുണ്ട്. എദർ മിലിറ്റാവോ, ഡേവിഡ് അലാബ, ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ്, അസെൻസിയോ, കഡേറസ്, ഫ്രാൻ ഗാർഷ്യ, മെൻഡി, ഹുയിസൻ എന്നിവർ ഡിഫൻഡർമാരായിട്ടുണ്ട്. മധ്യനിരയിൽ ബെല്ലിംഗാമും കമവിംഗയും ഫെഡെ വാൽവർദയും ആർദ ഗ്യൂളറും ഡാനി സെബയോസുമാണുള്ളത്. മസ്റ്റൻ ഡൂനോ പരിക്കേറ്റ് പുറത്തു തന്നെയാണ്. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എൻട്രിക്കും എംബാപ്പയും റോഡ്രിഗോയും ഗോൺസാലോയും ബ്രാഹിമും ഉണ്ട്. ഇതാണിപ്പോൾ കോച്ച് സാബി അലോൺസോ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ നൽകുന്ന വിവരപ്രകാരം അവരുടെ സ്റ്റാർട്ടിംഗ് 11 ആരൊക്കെയാണ് എന്ന് നോക്കാം. ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ, ഡിഫൻസിൽ മിലിറ്റാവോയും ഹൂയിസനും, സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് കഡേറസും ട്രെൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മധ്യനിരയിൽ ഗ്യൂളറും കമവിംഗയും, മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ബെല്ലിംഗാമും, പിന്നെ മുന്നേറ്റത്തിൽ ഗോൾ അടിക്കാൻ കിലിയൻ എംബാപ്പെ, ഇരു പാർശ്വങ്ങളിലായിട്ട് വിനിയും വാൽവർദയും ഒക്കെ അണിനിരക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഏതായാലും എന്ത് സംഭവിക്കുന്ന മത്സരത്തിൽ നിന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ. വിജയം തന്നെയാണ് ലക്ഷ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.